90 തികഞ്ഞ സ്ത്രീകൾക്ക് സൗജന്യ വിമാനയാത്ര. അതെന്തിനാ? ഓ, പരലോകത്ത് പോകാനായിരിക്കും. ചേട്ടാ, ഓ, ഇപ്രാവശ്യം നിങ്ങൾ എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ തൊട്ട് പറ്റിക്കരുത്. ഇല്ല അറിയാലോ, ഞങ്ങളെ ചിഹ്നം സൈക്കിളാണ് ചിഹ്നം. അപ്പോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി, നമ്മൾ വെളിപ്പുറത്തുണ്ടാവും. ഓ അല്ല, ഇപ്പൊ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഇപ്പൊ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, ഗ്യാസിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ. എന്ത് ഗ്യാസിന്റെയോ? ഒരൊറ്റ കോൾ ചെയ്തേ ഇപ്പൊ ശരിയായി. ഓ, കേന്ദ്രത്തിലേക്ക് വിളിക്കാക്കില്ലേ? എടിയേ, ഞാൻ ഗ്യാസിന് കുടിക്കുന്ന ഒരു ഗുളികയുണ്ട്, ഓമി. അതെന്താ ജാലകത്തുമ്മൽ വെച്ച് ഇനിയൊന്നും ഇവിടെ കൊണ്ടുതരണം. നമ്മളെ സതീഷ് ഏട്ടന് ചെറിയൊരു ഗ്യാസിന്റെ പ്രശ്നമുണ്ട്. ഇപ്പൊ എത്തും. ഗ്യാസ് അല്ലേടോ, നമ്മളെ കുക്ക് ചെയ്യുന്ന ഗ്യാസ് അല്ലേ? അത് ശരി, അത് ഈ ഹോർമോസ് കടലെടുക്കിന്റെ ഒരു പ്രശ്നമാണ്. അത് ചോദിക്കണം ചെന്നു. എന്താ ഈ ഹോർമോസ് കടലെടുക്കും ഗ്യാസും തമ്മിൽ എന്താ പ്രശ്നം? അതിപ്പോ പറയാൻ വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഇപ്പോ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, മലപ്പുറം, വയനാട് ഇവിടത്തേക്കൊക്കെ ഗ്യാസ് വരുന്നത് ഈ ഹോർമൂസ് കടലെടുക്ക് വഴിയാ. ശരി. അപ്പൊ ഈ എല്ലാ കപ്പലും കൂടി ഈ കടലെടുക്ക് വഴി വരുമ്പോ അങ്ങ് ജാമായി പോയി ഇടുക്കിൽ. ശരി. പിന്നെ ഇത് അങ്ങോട്ടും പോകല ഇങ്ങോട്ടും പോകല. അന്നേരം നമുക്ക് ഗ്യാസ് കിട്ടുമോ? ഇല്ല, ഗ്യാസ് കിട്ടില്ല. അത് ശരി. അപ്പോ ഈ കടലെടുക്ക് വലുതാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ധർണ നടത്തുന്നുണ്ട് മറ്റന്നാള്. അപ്പോ സതീശത്തിന് പറ്റിയ എന്തായാലും അന്ന് വരണം. അല്ല, ഈ ധർണ നടത്തിയാല് ഈ കടലെടുക്ക് വലുതാവുമോ? അതൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ധർണ ഞങ്ങൾ നടത്തുന്നുണ്ട്. അല്ല, ഇവിടെ ആരുമില്ലേ? പെണ്ണുങ്ങളവിടെ പോയി ഒരു വായ്ക്ക് പോയിക്കടോ. നിങ്ങളെന്തിനോളം വെയിലത്ത് വായ്ക്ക് പറഞ്ഞു വെച്ച്? നിങ്ങക്ക് മൈസൂർ വായ വേണോ, കദളി വേണോ, പൂവൻ വേണോ? ഞാൻ കൊണ്ടുതരില്ലേനോ? അതല്ലടോ, വാഴ 2 സിനിമയല്ലേ, അതിന് പോയിക്കില്ല. പിന്നെ സതീശേട്ടാ, ഇപ്പൊ ഈ ഇറാൻ അമേരിക്ക യുദ്ധമൊക്കെ നടക്കുകയാണല്ലോ. അതെ, എല്ലാവർക്കും അറിയാലോ. അപ്പൊ നമ്മള് ചില കാര്യത്തിലൊരു നിയന്ത്രണമൊക്കെ വെക്കേണ്ടി വരും. ശരി. ഇപ്പോ ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ എന്താ പട്ടിണി എടുക്കാനാ? അല്ല, അങ്ങനെയല്ല. പിന്നെ നിങ്ങള് ഒരു കൊല്ലത്തേക്ക് സ്വർണ്ണം എടുക്കലൊക്കെ ഒന്നും മാറ്റി വെക്കണം. ഇവിടെ അരി വാങ്ങാൻ പൈസ ഇല്ലടോ, എന്നിട്ടാ സ്വർണം വാങ്ങേ. പിന്നെ നിങ്ങൾ പരമാവധി ജോലിയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യണം. അതായത് വർക്ക് അറ്റ് ഹോം. അങ്ങനെയാണ് ഞാളിപ്പോഴത്തെ തീരുമാനം. എൻ്റെ പണി പെയിന്റിങ് പണിയാ. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ പെയിന്റ് അടിക്കാനാ? ഇല്ലൊരു കാര്യം ചെയ്യും, നാളെ ഗോവാൾട്ടൻ്റെ വീട്ടിലെ പണി കണ്ടോ, ആ വീട്. ഇനി ഇവിടുന്ന് അവിടെ എത്തുന്ന ഒരു റോളറില്ലേ പെയിന്റ് അടിക്കുന്നത്, അത് വാങ്ങിത്താ. അല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്. ഈ ഒരു വയറ് വേണം. ഇവിടെ ബാത്റൂം ഇല്ലേ? ബാത്റൂം പിറകു വശത്തുണ്ട്. ഒന്ന് വിളിച്ചോട്ടെ, ഇനി അതിനൊരു പ്രശ്നം വേണ്ട. ഹലോ, അതും വിളിച്ചോളൂ. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം. ഓക്കെ. അല്ല, ആരെയും വിളിച്ച് ഭാര്യനാ? അല്ല, അത് ഞാൻ ഡൽഹിക്ക് വിളിച്ച. ഇതൊക്കെ വിളിച്ച് ചോദിക്കണോ? നിന്റെ എന്ത് പറഞ്ഞു? അത് ഒരു ചർച്ച ചെയ്തിട്ട് ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞു. അവരെന്താക്കും? നമ്മള് പാർട്ടിക്ക് വേണ്ടി നമ്മൾ എന്ത് സഹിക്കൂ. അല്ലടോ, നിന്റെ എതിർ സ്ഥാനാർത്ഥിയല്ലേ ഇരുന്ന് മറ്റേ പാർട്ടിന്റെ? സതീശേട്ടാ, ഇലക്ഷനും അടുത്ത് വാച്ചാണ് ചിഹ്നം. സമയം വിലപ്പെട്ടതാണേ. സമയം മോശമാണ്ട് നോക്കിയായി. അതും നമുക്ക് കണ്ടറിയാം. ഇരുന്നൂടാ. എന്താ മൂലക്കുരു ഉണ്ടോ? കുരിയാർക്കാന്ന് ഇലക്ഷൻ കഴിഞ്ഞാൽ അറിയാം. സതീശേട്ടാ, നമ്മളെ വികസനത്തെ പറ്റിയെല്ലാം അറിയാലോ അല്ലേ? 6 വരി പാത, ഹൈടെക് സ്കൂള്, ഹൈടെക് അംഗൻവാടി, ഹൈടെക് ബീവറേജ്, ഹൈടെക് കള്ള് ഷാപ്പ്, വയല്, തോട്, അങ്ങനെ നീണ്ടു കിടക്കുന്ന നമ്മളെ വികസനം. ഹൈടെക് കുടിയന്മാര് 6 വരി പാതേന്റെ നേട്ടം ആരും ഏറ്റെടുക്കണ്ട. അത് 80% നമ്മളതാ. അത് 90% ഞങ്ങളാ. അത് 80% ഞങ്ങളതാ. അല്ലടോ, കഴിഞ്ഞ മയക്കില്ല നിങ്ങൾ പറഞ്ഞേ ഇടിഞ്ഞു പൊളിഞ്ഞു വീണോ 40% ഞങ്ങളെന്ന്. അത് നന്നാക്കില്ലേ? അതിപ്പോ 80% ആയില്ലേ? അങ്ങനെ വെച്ചാൽ തുറമുഖം കൊണ്ടുപോയി ഞാളാ. അതിന്റെ 90% ഞാളാ. അതിന്റെ 80% ഞാളാ. അങ്ങനെ വെച്ചാൽ എയർപോർട്ടോ? അതിന്റെ 90% ഞാളാ. അതിന്റെ 80% ഞാളാ. അങ്ങനെ വെച്ചാൽ കേരളത്തിന്റെ അരിവെട്ടി കുറച്ചാരാ? അത് 90% ഞാളാ. അല്ല, അത് ഞാളല്ല. അടാ, സത്യം വന്നില്ല. എല്ലാത്തിന്റെ 90% എല്ലാത്തിന്റെ 80% ഞാളാ. 90 എല്ലാത്തിന്റെ 80 നിർത്തടോ. ഓനൊരു 80ഉം 90. എടോ, ഇതൊക്കെ ജനങ്ങളെ പൈസയാ, നിങ്ങളെ ചിലവടക്കം. ഞങ്ങൾ 10 രൂപയ്ക്ക് സാധനം വാങ്ങിയാൽ 8 രൂപ നികുതി കൊടുക്കണം. ഇനിയെങ്കിലും ഒരു കാര്യം ചെയ്താൽ മതി,
കട്ട് മുടിക്കാണ്ട് വികസനം നന്നായി നടത്തിയാൽ മതി. ഇയാളൊന്നും നടത്തിയാൽ നമ്മൾ പോവുക. 90 അടിച്ചാലോ? അതില്ല, എനിക്ക് 50 മതി.